Hi all, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to the 6th session of software testing. Last session we discussed about bug taxonomy. Bug taxonomy third category data bugs ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സക്സസ് ഓഫ് എനി പ്രോഗ്രാം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കോഡ് ആൻഡ് ഡേറ്റ. ഒരു പ്രോഗ്രാമിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ കോഡും അതിൽ യൂസ് ചെയ്തേക്കുന്നത് ഡേറ്റയുമാണ്. കോഡ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് ഡേറ്റയ്ക്കാണ്. അപ്പം എന്തെല്ലാം തരത്തിലുള്ള ഡേറ്റ എറേഴ്സ് ഇവിടെ വരുമെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ ബഗ്സ് അറൈസ് വൈൽ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ആൻഡ് പ്രോപ്പർ ടൈപ്സ്. നമ്മളൊരു ഡേറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഡേറ്റ ബഗ്സ് വരാം. ദ സ്പെസിഫിക്കേഷൻ, ദെയർ ഫോർമാറ്റ്, ദ നമ്പർ ഓഫ് സച്ച് ഡേറ്റ ഒബ്ജക്ട്സ് ആൻഡ് ദർ ഇനിഷ്യൽ വാല്യൂസ്, ഈ എല്ലാ രീതിയിലൂടെയും നമുക്ക് ഡേറ്റ ബഗ്സ് വരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എന്തെല്ലാം തരത്തിലുള്ള ഡേറ്റയാണ് ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ മേ ബി ഇൻ എനി ഫോം. ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഡേറ്റയ്ക്ക് പല ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ ഡേറ്റ, കോമ്പോസിറ്റ് ഡേറ്റ, കമ്പ്യൂട്ടേഷൻ ഡേറ്റ, ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഓപ്പറേറ്റർ ഇൻപുട്ട് ഡേറ്റ, സെക്യൂരിറ്റി ഡേറ്റ, ട്രാൻസാക്ഷൻ ഡേറ്റ, മെറ്റാ ലെവൽ ഡേറ്റ, ഇങ്ങനെ പലതരം ഡേറ്റാസ് ഉണ്ട്. അപ്പം ഈ ഡേറ്റ ടൈപ്സിൻ്റെ ഇത്തരം ഡേറ്റാസിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള എറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡേറ്റ ബഗ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡൈനാമിക് ഡേറ്റ ഓർ സ്റ്റാറ്റിക് ഡേറ്റ. Dynamic data that undergoes asynchronous change, which means that the dynamic data produced during process is being used to produce result. Or dynamic data have relatively short lifetime equal to the processing time. It is created during the transactions and stored in the shared memory and released back to the system. അസിൻക്രോണസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഡേറ്റ ടൈപ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് ഡൈനാമിക് ഡേറ്റ ആയിട്ടാണ്. വെറാസ് സ്റ്റാറ്റിക് ഡേറ്റ ഇസ് ഹാർഡ് കോഡഡ് ഇൻ ദ കോഡ് ഓർ മേ അപ്പിയർ ആസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് റെയർലി ചേഞ്ചസ് ഇറ്റ്സ് വാല്യൂ. അത്തരം ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഡേറ്റ. ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ബഗ്സ്. ഓക്കെ, ഫസ്റ്റ് ഡീലിംഗ് വിത്ത് വോളറ്റൈൽ ഒബ്ജക്ട്സ്. When we are dealing with the global volatile object, they are undergoing to be shared between several threads. Data global variables ആണ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സെവറൽ ത്രെഡ്സ് ആ ഒബ്ജക്ട്സിനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ചെക്കിംഗ് നടത്തുന്നില്ല. ഓരോ ത്രെഡ് എക്സിക്യൂഷൻ്റെ സമയത്തും ചെക്കിംഗ് നടത്തില്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയും ദാറ്റ് മേ കോസ് എറർ. The second is memory leaks. It's a situation where the memory is allocated to the program which is not freed subsequently. ഒരു പ്രോഗ്രാം അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത മെമ്മറി അത് ഫ്രീ ആക്കുന്നില്ലെങ്കിൽ such situation can cause ever increasing usage of memory and resulting in exceptional halt of the program because of the lack of free. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻസ് ഫ്രീ ചെയ്യണം. അങ്ങനെ ഫ്രീ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ സിസ്റ്റം ഹോൾട്ടായി പോകും. ദെൻ the third is dynamic allocation of data. It's very crucial in order to store data in a heap, else it will be stored in the stack. In order to share data, it is good to declare variable as public and use their access common data. Then the fourth one is freeing the already freed resources. അതായത് ഒരു ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തു, ദെൻ ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമ്മൾ ഫ്രീ ചെയ്തു. Then the programmer is trying to free the already freed resources. ഓൾറെഡി ഫ്രീ ചെയ്ത അല്ലെങ്കിൽ റിലീസ് ചെയ്ത മെമ്മറി ലൊക്കേഷനെ വീണ്ടും ഫ്രീ ചെയ്യാൻ നോക്കുവാണ്. അതും എറേഴ്സാണ്. ഓക്കെ, ദെൻ നൾ ഡീറെഫറൻസിങ്, ഇംപ്രോപ്പർ ഇനിഷ്യലൈസേഷൻ, മിസ്സിംഗ് ഇനിഷ്യലൈസേഷൻ, ഇതൊക്കെ നൾ ഡീറെഫറൻസിനകത്ത് വരുന്ന എറേഴ്സുകളാണ്. Fourth category of bug is coding bugs. The internal structure of the code consists of process and data. ഒരു കോഡ് സ്ട്രക്ചറിനകത്ത് നമുക്കറിയാം ഡേറ്റ ആൻഡ് പ്രോസസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വൈൽ പെർഫോം ടെസ്റ്റിംഗ് വൺ നീഡ് ടു സ്പെസിഫൈ ദ എക്സിക്യൂഷൻ ഓറിയൻറ്റഡ് ടെസ്റ്റ് കേസസ് ബേസ്ഡ് ഓൺ ദ പ്രോഗ്രാം ലോജിക്, കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്, പ്രോഗ്രാം സ്റ്റൈൽ ആൻഡ് ഓൾസോ ചെക്ക് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ കോഡ് യൂസിങ് ടെക്നിക്സ് ലൈക്ക് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. നമുക്കറിയാം ഒരു പ്രോഗ്രാമിംഗ് സ്റ്റാൻഡേർഡ്സ് ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചും നമ്മളിവിടെ സ്ട്രക്ചർ ഓഫ് ദി കോഡ് അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്, പ്രോഗ്രാമിംഗ് സ്റ്റൈൽ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. The sixth category is interface integration and system bugs.
ഇത്തരം ബഗ്സിൻ്റെ റെലവൻസ് എന്തെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. എ സോഫ്റ്റ്വെയർ നീഡ്സ് ടു കണക്ട് വിത്ത് മെനി എക്സ്റ്റേണൽ സിസ്റ്റംസ് ഓർ ഇൻറ്റേർണൽ സിസ്റ്റംസ് or need to work in a specified or unspecified hardware and operating system. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം അത് പല എക്സ്റ്റേണൽ സിസ്റ്റംസുമായിട്ടും കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സിസ്റ്റംസുമായിട്ട് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും. സ്പെസിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ഹാർഡ്വെയറുമായിട്ട് അതിന് കണക്ടിവിറ്റി കാണും. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത് വർക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റിംഗ് ആണ് ഇൻ്റർഫേസ് ഇൻ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ബഗ്സ്. ഓക്കെ, എ സോഫ്റ്റ്വെയർ നീഡ്സ് ടു കണക്ട് വിത്ത് മെനി എക്സ്റ്റേണൽ സിസ്റ്റംസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹാർഡ്വെയറുമായിട്ട് ഇത് സോഫ്റ്റ്വെയർ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇങ്ങനെ വരുന്ന കേസസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ടൈപ്സ് ഓഫ് ബഗ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, റോങ് പ്രോട്ടോക്കോൾസ്, കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ റോങ് പ്രോട്ടോക്കോൾസ് ആണെങ്കിൽ ഇറ്റ് മേ റൈസ് ബഗ്സ്. സിങ്ക്രണൈസേഷൻ റിലേറ്റഡ് ബഗ്സ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡേറ്റ ഇൻ അപ്രോപ്രിയേറ്റ് ഫോർമാറ്റ്, അൺഅവൈലബിലിറ്റി ഓഫ് ദി സെർവർ, റെസ്ട്രിക്റ്റഡ് ആക്സസ് ഓർ നോ ആക്സസ്, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ കമ്പോണൻസുമായിട്ട് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം ഇത്തരം എറേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ചെക്കിംഗ് ആണ് ഇൻ്റർഫേസ് ടെസ്റ്റിങ്ങിൽ നമ്മൾ നടത്താറുള്ളത്. Internal interface of a software involves establishing interconnectivity among different components. കമ്പോണൻസ് തമ്മിൽ ഇൻ്റർകണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതായത് കമ്പോണൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ വിത്തിൻ ദ ബൗണ്ടറി ഓഫ് ദി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആൻഡ് ദ നേച്ചർ ആൻഡ് ദ ടൈപ്പ് ഓഫ് ദിസ് കമ്പോണൻറ്റ് ഈസ് നോൺ ടു ദ ഡെവലപ്പർ. ഇവിടുത്തെ കമ്പോണൻസിൻ്റെ നേച്ചറും ടൈപ്പുമെല്ലാം നമുക്ക് ഡെവലപ്പേഴ്സിന് അറിയാവുന്നതാണ്. എങ്കിലും ഇവിടെ വരാൻ സാധ്യതയുള്ള എറേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റോങ് പ്രോട്ടോക്കോൾ ഡിസൈൻ, ഇൻഅപ്രോപ്രിയേറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡേറ്റ ഫോർമാറ്റ്സ്, ഫെയിലിയർ ടു റിക്കവറി അഗെയിൻസ്റ്റ് റോങ് ഡേറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്താൽ പോലും ആ ഫെയിലിയർ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം എറേഴ്സൊക്കെ ഇൻറ്റേർണൽ ഇൻ്റർഫേസിന് അത് നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഹാർഡ്വെയർ ആർക്കിടെക്ചർ. Knowledge about particular hardware and its architecture is very much essential so as to perform the intended functionality. നമ്മൾ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയർ ഡിവൈസസിനും അതിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചും നമുക്ക് മതിയായ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫങ്ഷണാലിറ്റി അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പം ഈ ഏരിയയിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഓപ്പറേഷൻ ഓർ ഇൻസ്ട്രക്ഷൻ എറേഴ്സ്, ഇൻഅഡ്യൂക്കേറ്റ് ബഫർ സ്പേസ്, input-output device address error, no compatibility among hardware devices, failure to access the devices, bandwidth, ഇങ്ങനെയൊക്കെയുള്ള മിസ്മാച്ചുകൾ അവിടെ വരാം. അത്തരം എറേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്കിവിടെ സാധിക്കും. റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോബ്ലം. As software systems are becoming more and more complex, there is an ever-increasing need to manage resources. കോംപ്ലെക്സ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ അകത്ത് an increasing need of many kinds of resources. എപ്പോഴും പലതരം റിസോഴ്സസുകളെ കോംപ്ലെക്സ് സിസ്റ്റംസ് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത്തരം റിസോഴ്സുകളെ ആക്സസ് ചെയ്യുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള എറേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം മെമ്മറി ഒരു ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ആണ്. ദെൻ സെർവർ മെഷീൻസ്, ഇങ്ങനെ പല റിസോഴ്സുകളെ ആക്സസ് ചെയ്യും. അപ്പോൾ അവിടെ വരാൻ പോസിബിൾ ആയിട്ടുള്ള എറേഴ്സ് എന്ന് പറയുന്നത് യൂസേജ് ഓഫ് റോങ് റിസോഴ്സസ്, unavailability of the required resources, the resource already in യൂസ് ചെയ്യുന്ന റിസോഴ്സിനെ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഉള്ള എറേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസോഴ്സസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എറേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണ് റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോബ്ലം. നെക്സ്റ്റ് ഈസ് ഇൻറ്റഗ്രേഷൻ ബഗ്സ്. ഇൻറ്റഗ്രേഷൻ ബഗ്സ് ആർ ഡിറ്റക്റ്റഡ് ബൈ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റ് which verifies the inter-module interfaces, critical external interfaces, and user and business workflow scenarios that would help in evolving the system. Integration testing involves functional testing. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്താണെന്നും ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്താണെന്നും നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്താണെന്നും സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് സെക്ഷൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മൊഡ്യൂൾ ഇൻ്റർഫേസ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മൊഡ്യൂൾസുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ നടത്തപ്പെടുന്ന ടെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സിസ്റ്റം ബഗ്സ്. സിസ്റ്റം ബഗ്സ് കവേഴ്സ് ഓൾ ടൈപ്സ് ഓഫ് ബഗ്സ് ഇൻക്ലൂഡിങ് ബോത്ത് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ. ഫങ്ഷണൽ ടെസ്റ്റിങ്ങും നോൺ ഫങ്ഷണൽ ആയിട്ടുള്ളതും എല്ലാ എറേഴ്സിനെയും കവർ ചെയ്യുന്നതാണ് സിസ്റ്റം ബഗ്സ്. ഓക്കെ, അതായത് മിസ്സിംഗ് ഫങ്ഷണാലിറ്റീസ് ഉണ്ടോ,
അല്ലെങ്കിൽ റോങ് ഫങ്ഷണാലിറ്റീസ് ഉണ്ടോ, എക്സ്ട്രാ ഫങ്ഷണാലിറ്റി, റിക്വയർഡ് പെർഫോമൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ലാർജ് വോളിയം ഓഫ് ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ദ ഫെയിലിയർ ടു ഹാൻഡിൽ വോളിയം ഓഫ് ഇൻഫർമേഷൻ, ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ എറേഴ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം ബഗ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്ലൈഡ് ഇസ് ആക്ടിവിറ്റി സെക്ഷൻ. ഹിയർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് എഴുതുക, പിക്ക് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ സെറ്റ് ചെയ്യുക, അറ്റൻഡൻസ് അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.